നമസ്കാരം. ഞങ്ങളുടെ തുർക്കി യാത്രയുടെ അടുത്ത ഒരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ പാട്ടിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ തുർക്കിയിൽ എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയതും അവിടെ നിന്ന് ഇറങ്ങാനുള്ള ഒരു സംഭവം ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഞാനിവിടുന്ന് പോകുമ്പം തന്നെ മുമ്പ് പോയ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടുന്ന് ഷട്ടിലുണ്ടാവും ടാക്സിം എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. പിന്നെ അവിടുന്ന് നമുക്ക് ടാക്സിയോ അല്ലെങ്കിൽ ബസ്സിനൊക്കെ പോകാനുള്ള സൗകര്യമുണ്ട്, വലിയ പൈസയൊന്നും ആവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബസ് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ 4 പേര് ബസ്സിന് നോക്കുമ്പോൾ 280 ലിറ, ഏകദേശം 300 ലിറ എന്ന് പറയുന്നത് നമ്മൾ ബഹ്റൈൻ ദിനാർ, ഒരാൾക്ക് 3 ബീഡി എന്ന് പറയുമ്പോൾ 4 പേർക്ക് 12 ബീഡി ആയിരുന്നു. അപ്പോൾ അത് അവിടുന്ന് പിന്നീട് നമുക്ക് ടാക്സിക്ക് പോവുകയാണെങ്കിൽ അത്ര വലിയ ദൂരമൊന്നുമില്ല, 8 കിലോമീറ്ററോ മറ്റേ ഉള്ളൂ അവിടുന്ന്. അങ്ങനെ ഞങ്ങളത് തീരുമാനിച്ച് ഞങ്ങൾ ബസ്സിൽ കയറി. ബസ്സിൽ കയറിയപ്പോൾ ഒരു അറബിയാണെന്ന് തോന്നുന്നു, അയാൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അപ്പം അയാൾ എന്നോട് ചോദിച്ചു നിങ്ങളെങ്ങോട്ടേക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ബയാസിദ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ എൻ്റെ അടുത്ത് ഇത് ടാക്സിങ് വരെ പോകുന്ന ബസ്സാണ്, അവിടുന്ന് പിന്നെ നിങ്ങൾ ടാക്സിക്ക് പോകണ്ടേന്ന് ചോദിച്ചു. ഞാൻ പിന്നെ ടാക്സിക്കോ ബസ്സിനോ പോകണോ? അപ്പോൾ നിങ്ങൾ 4 പേരും കൂടെ അവിടുന്ന് പിന്നെ ബസ്സിന് പോകുമ്പം പിന്നെ അതും വലിയൊരു എമൗണ്ട് ആവൂലേ. അപ്പോൾ അതിനേക്കാൾ നല്ലത് നിങ്ങൾ ടാക്സി വിളിച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നിങ്ങൾ 1200 ലിറ, അതായത് 300 ലിറയാണല്ലോ ഒരാൾക്ക് ബസ്സിന് ടിക്കറ്റ്. അപ്പം 4 പേർക്കും കൂടെ 1200, അതും പിന്നെ അവിടുന്ന് നിങ്ങൾ പോകുന്ന ടാക്സിയുടെ ബസ്സിൻ്റെ ഒക്കെ പൈസ കൂട്ടുമ്പോൾ ഏകദേശം ഒരു 1600 ലിറ വരെ നിങ്ങൾ കൊടുക്കേണ്ടത്, അതായത് 16 ബീഡി. നമ്മളെ നാട്ടിലെ പൈസ ആകുമ്പോൾ ഒരു 3500 റുപ്പീസ്. അപ്പോൾ ഞാനും കണക്കൂട്ടി നോക്കുമ്പോൾ അത് ശരിയാണല്ലോ എന്ന് വിചാരിച്ചു. എന്നാലും നമുക്ക് ബസ് ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, ബസ് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ബസ് ടാക്സിമിലേക്ക് ബസ് പോകുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കയറിയ ബസ്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഊബർ നോക്കി. അവിടെ ഊബർ മാതിരി ഒരു ആപ്പ് ഉണ്ട്, പക്ഷേ അതിൽ നോക്കുമ്പോൾ 1600 ലിറയാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക്, ഏകദേശം 1600 1700 കാണിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ അതന്നെയല്ലേ, നമുക്ക് 4 പേർക്ക് സുഖമായിട്ട് നേരെ അങ്ങ് ഹോട്ടലിലെത്താലോ. അപ്പോൾ ഞാൻ ഹോട്ടലിലെത്തുന്നതിന് മുന്നേ അവിടുത്തെ ആളെ എനിക്ക് മെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു, വാട്സപ്പ് നമ്പർ എൻ്റെ ഇതിലുള്ളതുകൊണ്ട് വാട്സപ്പിൽ അയാൾ ചാറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാളും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ വന്ന് പിക്ക് ചെയ്തോളാം, അതിന് എത്ര യൂറോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കണക്കൂട്ടൊക്കെ നഷ്ടം. അപ്പം പുള്ളി ആയിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പം അവരെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 2 മണിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചിലപ്പം രാവിലെ എത്തും, അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ രാവിലെ ഏത് സമയമാണ് വരുന്നത് ആ സമയം 11 മണിക്ക് ചെക്കൗട്ടാണോ, അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് എത്ര മണിക്ക് വന്ന് ചെക്കിൻ ആയാലും കുഴപ്പമില്ല, പക്ഷേ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്നത് 11 മണിക്ക്, ഏത് ദിവസമായാലും 11 മണിക്ക്, അത്രയേ ഉള്ളൂ എന്നാണ്. അപ്പം പിന്നെ എനിക്ക് തോന്നി നമുക്ക് നേരിട്ട് ഇതിനങ്ങ് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ടാക്സിക്ക് പോകുന്നത്. പക്ഷേ അത് ടാക്സിക്കാരൻ പിന്നീട് അവനും ഇംഗ്ലീഷ് അറിയില്ല, അവൻ്റെ ഭാഷ മാത്രമേ ഉള്ളൂ. അവനെ ഈ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പറയുന്നത് അവൻ്റെ ഫോണിൽ കേട്ട് അവനത് തുർക്കിഷിലേക്കാക്കി, അവനെ തുർക്കിഷിൽ നിന്ന് പറയും അത് ഇംഗ്ലീഷിലേക്കാക്കി എനിക്ക് കേൾപ്പിച്ചു. അപ്പോൾ സംഭവം എനിക്ക് തോന്നി ഇവന് ഈ പറയുന്ന ആദ്യം ഞങ്ങളോട് പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ആ മീറ്റർ ചാർജ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ഒരു പകുതി വഴിക്ക് അങ്ങനെ എത്തിയപ്പോൾ എൻ്റെ പറഞ്ഞു ഇവിടെ ഒരു ടണലുണ്ട് കടലിൻ്റെ അടിയിൽ കൂടെ. അത് ശരിയാണ്, 5 കിലോമീറ്റർ നമ്മൾ കടലിൻ്റെ അടി കൂടെ പോകാനുണ്ട്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ ടോൾ കൊടുക്കണം, പിന്നെ മറ്റു ചില സ്ഥലത്തൊക്കെ ടോളുണ്ട്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കൊടുക്കണം എന്നൊക്കെ ഇവനിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, എന്നോട് പലരും പറഞ്ഞു ഈ ടാക്സിക്കാരിങ്ങനെ ഒരു പരിപാടി ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മുടെ അടുത്ത് പൈസ അവർ പുതിയ ആളാണെന്ന് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. എന്തായാലും ശരി, അത് വലിയ പൈസയൊന്നും ആവില്ല. അത് എനിക്ക് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി സംഭവം ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ഞങ്ങൾ ഈ തുർക്കിയുടെ ആ മനോഹരമായ കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അത് നമ്മൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ഈ തുർക്കിയിൽ എന്ന് പറഞ്ഞാൽ കുന്നും മലകളൊക്കെ നിറഞ്ഞ സ്ഥലങ്ങളാണ്, പച്ചപ്പായിട്ടുള്ള നല്ല മനോഹരമായ സ്ഥലമാണ്. നമ്മളിങ്ങനെ പോകുമ്പം തന്നെ റോഡ് സൈഡിലൂടെ ഒക്കെ മരങ്ങളും അതുപോലെ തന്നെ മലകളൊക്കെ നമുക്കിങ്ങനെ കാണാം, അതിൻ്റെ ഇടയിൽ ബിൽഡിങ്ങുകൾ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ യാത്രയാണ്. പക്ഷേ കുറച്ച് ദൂരം പോയി നോക്കുമ്പം ഭയങ്കര ട്രാഫിക്കാണ്. പിന്നെ ഞാൻ ട്രാഫിക്കിൽ വെച്ചിട്ട് ഞാനിത് വീഡിയോ എടുക്കാൻ കാരണം വെച്ചാൽ വെറുതെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ എടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ട്രാഫിക്ക് കഴിയുന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ നമ്മൾ ഒരു 15-20 മിനിറ്റൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം പിന്നീട് വണ്ടി മൂവ് ആവും, കുറേ പോകുമ്പോൾ വീണ്ടും ബ്ലോക്കാവും. അങ്ങനെ
ഒരു ഹൈവേ എന്നുള്ളത് കൂടെ മനസ്സിലാക്കണം. സിഗ്നലുകളൊന്നുമില്ല, എന്നിട്ട് പോലും നമുക്ക് ചില സർവീസ് റോഡിൽ നിന്ന് വണ്ടി കയറി വരുന്നതോ അതുപോലെ തന്നെ സർവീസ് റോഡിൽ മറ്റു റോഡിലേക്ക് എക്സിറ്റ് ആവുന്ന സമയത്തൊക്കെ ഉള്ള ഒരു ജംഗ്ഷനിൽ ഏരിയയിലൊക്കെ എത്തുമ്പോൾ, അതായത് കൂടുതൽ വണ്ടി ഇങ്ങോട്ട് കയറുമ്പോൾ അതുപോലെ തന്നെ കൂടുതൽ വണ്ടികൾ പുറത്തേക്ക് പോകുന്ന ഒരു സ്ഥലത്തൊക്കെ എത്തുമ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ ബ്ലോക്ക് ആകാൻ തുടങ്ങി. അപ്പോൾ അത്രയും, അല്ലെങ്കിൽ 3 വരി പാതയും കൂടിയാണ്, ഹൈവേ ആണ്, എന്നിട്ട് പോലും ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ഈ ബ്ലോക്കുള്ള സ്ഥലത്തു നിന്നൊക്കെ ഞാൻ കഴിയുന്ന വീഡിയോ ഒക്കെ ഒഴിവാക്കി അല്ലാത്ത സ്ഥലത്തൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് എന്തായാലും ഇന്ന് അവിടെ പോയിട്ട്, അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് കറങ്ങാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ടണലിലെത്തി. ഈ ടണൽ ഞാൻ പറഞ്ഞല്ലോ 5 കിലോമീറ്റർ കടലിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 വരി ആണ് അങ്ങോട്ടും 2 വരി ഇങ്ങോട്ടും. അപ്പോൾ ഇതിനാണ് ഇവൻ എൻ്റെ അടുത്ത് ഇതൊക്കെ ചോദിച്ചത്, പിന്നെ ടോള് കൊടുക്കണമെന്നൊക്കെ. പക്ഷേ ഇതൊക്കെ ടോളൊക്കെ അതിൽ പെടുന്നതാണ്, നമ്മളെ കൊടുക്കുന്ന ചാർജിൽ പെടുന്നതാണെന്ന് പിന്നീട് എൻ്റെ അടുത്ത് ആ ഹോട്ടലിൽ പിന്നെ റിസപ്ഷനിൽ അന്വേഷിച്ചപ്പോൾ അയാൾ പറഞ്ഞത്. അപ്പം നമ്മളെ പറ്റിച്ചാണ്. എന്തായാലും അങ്ങോട്ടേക്ക് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് പിന്നെ എൻ്റെ അടുത്ത് 1700 എന്നുള്ളത് പിന്നീട് അവൻ എന്നോട് 300 കൂടെ വേണമെന്ന് പറഞ്ഞു. അതായത് 2000 ലിറ അവൻ എൻ്റെ അടുത്ത് വാങ്ങിച്ചു. അതായത് 20 ബീഡി, നമ്മുടെ നാട്ടിലാക്കുമ്പോൾ ഒരു 5000 രൂപ ഒക്കെ വരും. അത് വലിയ കുഴപ്പമില്ല, കാരണം ഞാനത് നെറ്റിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനേക്കാളും കൂടുതലൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമ്മളെ അടുത്ത് ഒരു ചെറിയ പൈസ ആയാലും ശരി, വേറൊരാൾ ഇങ്ങനെ വഞ്ചിച്ചു അല്ലെങ്കിൽ എടുത്തു നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. ആ സ്ഥാനത്ത് നമുക്ക് ടിപ്പ് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവർ കൂടുതൽ കൊടുക്കുന്നതിനോ നമുക്കൊരു ബുദ്ധിമുട്ടില്ല. ഇപ്പം ഇൻ കേസ് അവൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്കൊരു കുറച്ച് കൂടുതൽ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായും കൂടെ. പക്ഷേ നമ്മളിങ്ങനെ വഞ്ചിക്കുന്ന സമയത്ത് നമുക്കൊരു വലിയ ഫീലിംഗ് ആയിരിക്കും. ഈ ടണലിലൂടെയാണ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തത്. ഏകദേശം ഞാൻ ഈ ടണലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുവിധം ദൃശ്യങ്ങളൊക്കെ ഞാൻ പിടിച്ചത്. നല്ല രസമുണ്ട് ഇതിൻ്റെ ടണലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ. ഒരു മുഴക്കം മാത്രം നമുക്കിങ്ങനെ കേൾക്കാം, വണ്ടികൾ ഇങ്ങനെ പോകുന്നത്, വേറെ ശബ്ദങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഈ ടണൽ കഴിഞ്ഞിട്ട് അക്കരെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. നമ്മൾ ഇസ്താംബൂളിലും എയർപോർട്ടിൽ നിന്ന് വരികയെന്ന് വെച്ചാൽ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് ഇങ്ങോട്ടേക്ക് വരണം. പക്ഷേ നമ്മൾ ടണൽ കിടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആകുമ്പം ഷബീഹ ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടണലിലൂടെ പോയിട്ട് അവരെ കിടക്കണം. അങ്ങനെ നമ്മളെന്തായാലും ടണൽ കഴിഞ്ഞു. അവന് ഈ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. അവനും ശരിക്കും ഈ വഴിയൊന്നും അറിയില്ല. അതിപ്പോൾ എല്ലാവർക്കും അറിഞ്ഞില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൻ്റെ പേര് പറഞ്ഞപ്പോൾ അവനത് അടിച്ചു. അപ്പോൾ അവന് അതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ മീറ്ററിൽ ഇങ്ങനെ പൈസ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട്. അവിടെ എത്തുമ്പോഴത്തേക്ക് ഏകദേശം പൈസ എത്രയാവുമെന്നല്ല. പക്ഷേ അവൻ എന്തെങ്കിലും കൂടുതൽ അവനോട് ചോദിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അവൻ്റെ വാക്കുകൾ വർത്തമാനത്തിലൂടെയൊക്കെ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അപ്പോൾ അവനിങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം കാണിക്കുന്നുണ്ട് നമ്മളെത്താറായിരിക്കുന്നു. ഈ ടണൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10-15 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ എത്തിയതിന് ശേഷം പിന്നെ അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയമൊക്കെ ഉണ്ട്. കാരണം ഇവിടെ രാത്രിയാണെന്നുണ്ടെങ്കിൽ 9 മണിയൊക്കെ ആവും. പിന്നെ ഉറങ്ങുന്ന ഒരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അത്ര ടയേർഡൊന്നുമല്ല. ഇവിടെ എത്തിയതിന് ശേഷം എന്തായാലും നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കൊരു 9-10 മണിയൊക്കെ ആവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെയുള്ള ഏരിയയിലൊക്കെ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് നടന്ന് പോയി കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് വൈകിട്ട് പിന്നീട് വേറെ എവിടെയെങ്കിലും സ്ഥലത്തേക്ക് എന്നുള്ളത് പ്ലാനൊക്കെ ഞങ്ങൾ ചെയ്തത്. എന്തായാലും റൂമിലെത്തിയതിന് ശേഷം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങളൊക്കെ എത്താൻ പറ്റുള്ളൂ. അപ്പം ഈ റൂമിലേക്കുള്ള യാത്രയിലാണ് ഏകദേശം ഈ ടണൽ കഴിയാറായിരിക്കുന്നു. ടണൽ കഴിഞ്ഞ് ശേഷം പിന്നീട് നമ്മളീ പറയുന്ന സ്ഥലം അവിടെയാണ് നമ്മളെ ബ്ലൂ മോസ്ക്, അതുപോലെ തന്നെ ഹാഗിയ സോഫിയ, ഈ പറയുന്ന സ്ഥലത്തേക്കെല്ലാം പറഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അപ്പം ഈ സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട് ഞങ്ങൾ കാണാൻ ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവനിങ്ങനെ ഗൂഗിൾ മാപ്പ് ഇട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എത്താൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നു, എങ്ങനെയാണ് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ ഇക്കരെ എത്തി, ടണൽ കഴിഞ്ഞു. Use the second from the left lane to stay on Kennedy Jadesi, then continue straight to stay on Kennedy Jadesi. അപ്പം ഈ വീഡിയോ ഞാനിവിടെ നിർത്തിയാണ്. റൂമിലെത്തിയതിന് ശേഷം ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളും അതിനെപ്പറ്റിയൊക്കെയുള്ള വിശദമായുള്ള കാര്യങ്ങളുമായിട്ടാണ് അതുവരെ വീണ്ടും നമ്മൾ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.
നമസ്കാരം ഒരിക്കൽ കൂടി. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ പിന്നീട് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ അടുത്ത് തന്നെയാണ്, എൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം താമസിക്കുന്ന ഏരിയയിൽ എത്താറായി എന്നുള്ളതിൻ്റെ സൂചനകളൊക്കെ നമുക്ക് വന്നു തുടങ്ങി. കാരണം റഷാകാൻ തുടങ്ങി അവിടെ. ഏകദേശം പിന്നെ ഒരു കുന്നും മലയൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇനിയുള്ളത്. അത് നമ്മളെ നാട് പോലെയാണ്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അടുത്ത ചാപ്റ്ററിൽ വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.